ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ 2 കളറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ ഒരു ലേസ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിതിൻ്റെ ഇത് ചെയ്യുന്ന വീഡിയോ ഇതിനൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് വാങ്ങുക കൂടെ ചെയ്യാം. കൂടുതൽ ഓർഡറുകൾ നമ്മൾ എടുക്കില്ല. ചെയ്യുന്ന ഒരു ദിവസത്തെ വീഡിയോയിലുള്ള ആ ഒരു കുർത്തി നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളവർക്ക് ഞാനിതിലൊരു വാട്സപ്പ് നമ്പറും ഇതിൻ്റെ റേറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം. ഫസ്റ്റ് വരുന്ന അവർക്ക് നമുക്കുള്ളത് അയക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ സൈസ് മീഡിയം സൈസിലാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. സൈസ് ചാർട്ടും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നോർമലായിട്ടൊരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മളിതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇനി ഒന്ന് മാറി ഒരൊറ്റ മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നമുക്കിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തുടർന്ന് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ഇതിലും ഭംഗിയുള്ള മറ്റൊരു ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 2 മെറ്റീരിയലാണിത്. ഇതിൽ ഈ ഒരു കളറ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ 2 കളറിലാണ് ചെയ്യുന്നത്. ഡിസൈൻ ഗ്രീനിലും ഈ റെഡ് കളറാണ് കുർത്തിയുടെ ബാക്കി ഫുൾ പോർഷനും വരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഗ്രീൻ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്ത് ആ ഒരു ഡിസൈനിന് വേണ്ട ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫസ്റ്റ് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അളവ് ഞാൻ പറയാം. ഞാനിത് 2ആയിട്ട് മടക്കിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. ഇത് മീഡിയം സൈസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. സൈസ് മാറുമ്പോൾ 12.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ എടുക്കാം നമുക്ക്. അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് 2ആയി മടക്കി ഇടുമ്പോൾ 18 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. ഞാൻ 2ആയി മടക്കി ഇട്ടിട്ടുള്ള അളവാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഈ സ്കേർട്ടിനൊക്കെ എടുക്കുന്ന പോലെയുള്ള ഫ്ലീറ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ചെറുതായിരിക്കണം, തീരെ ചെറുതല്ല, ഒരുപാട് വലുതാകാനും പാടില്ല. നമുക്കൊരു 1/2 ഇഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്കേർട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരളവായതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു 1/2 ഇഞ്ച് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ആ അറ്റത്ത് കൂടെയല്ല, നമ്മുടെ ആ മടക്ക് അങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് വിടർന്നു പോരും. അപ്പോൾ നമുക്കത് വൃത്തിയായിട്ട് ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ സ്റ്റിച്ചിന് മുകളിലേക്ക് അടുത്ത ലെയർ ആ അളവിൽ തന്നെ നമ്മൾ മടക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് കാണുകയില്ല, നമുക്ക് ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നൂല് നമ്മൾ കട്ട് ചെയ്യേണ്ട, നേരെ അപ്പുറത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക, തിരിച്ച് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ അതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഓക്കെ, ആ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഒരേ അളവിൽ തന്നെ എടുക്കുക, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. വീതി കൂടിയും കുറഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം നമ്മൾ 2 എണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, സ്റ്റിച്ചിൻ്റെ മുകളിലേക്കായിട്ട് നിൽക്കുക. അപ്പോൾ സ്റ്റിച്ച് പുറത്ത് കാണാത്ത പോലെ. എന്നിട്ട് അതെടുത്ത് തിരിച്ച് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാനില്ല. അളവുകൾ നമ്മൾ എത്ര സ്റ്റിച്ച് ഇടുന്നോ ആ നമ്മൾ മടക്ക് കറക്റ്റ് ഏകദേശം ഒരേ അളവിൽ തന്നെ നമ്മൾ എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തു. എനിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും സ്റ്റിച്ച് ചെയ്ത് ഞാൻ അത് അയൺ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്തി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടി നെക്കിലേക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുർത്തി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ ഡിസൈനിങ് അല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പോർഷൻ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ലൈനിങ്ങും ഈ ഒരു മെറ്റീരിയലും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് 549 രൂപയാണ്. ഓക്കെ, ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്ക് വരേണ്ടത് നമുക്ക്. അപ്പോൾ ആ ഉള്ളിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈനിൽ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇത് ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാനിത് നിങ്ങൾക്ക് കാണിച്ച് തരാം. ഈ ഒരു ഇത് നമുക്ക് മടക്കി എടുത്തിട്ട് നമ്മൾ ലൈനിങ്ങിലേക്ക് എടുത്തേക്കുന്ന പീസോ ഏതെങ്കിലും ഒരു പീസ് ആ ഒരു അളവിലുള്ളത്, നമ്മുടെ നെക്കിൻ്റെ വേണ്ട അളവിലുള്ളത് നമ്മൾ മടക്കി എടുക്കുക. ഓക്കെ, അത് വൃത്തിയായി മടക്കിയിട്ട ശേഷം കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിസൈനിങ്ങിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് കൂടെ എടുത്ത് ഇതുപോലെ വെക്കുക. ഓക്കെ, വീഡിയോ നോക്കി അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും നല്ല ഐഡിയകൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ വേറെ മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ നമുക്ക് പറയാം, കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെക്കാം. നമ്മുടെ ആ മടക്കൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ ആവശ്യം ഇങ്ങനെ നീങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ കറക്റ്റ് മടക്കി വെച്ച് നമ്മൾ ആ നെക്ക് വരച്ചെടുക്കുക. ഓക്കെ, ഈ നെക്ക് നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ റൗണ്ടിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്വയറിലുള്ളവർക്ക് അത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് റൗണ്ടിലായതുകൊണ്ടാണ് ഞാനത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കതിന് ആ ഒരു എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നൂലൊക്കെ നിൽക്കുന്ന ആവശ്യമുണ്ടല്ലോ അതിൻ്റെ എൻഡ്, അത് രണ്ട് സൈഡിൽ നിന്ന് നമുക്കത് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് റൗണ്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു 2 ഇഞ്ച് നമുക്ക് ഈ നെക്കിനൊക്കെ മാർക്ക് ചെയ്യില്ലേ, നമ്മൾ അതുപോലെ ആ ഒരു സ്ക്വയർ വരച്ചതിൻ്റെ മൂലയിൽ നിന്ന് 2 ഇഞ്ച് വരച്ച് നമുക്കത് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, വൃത്തിയായിട്ട് നമുക്കതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അയൺ ചെയ്തുകൊണ്ട് തന്നെ മടക്കൊന്നും നിവർന്നു പോവില്ല, ഭംഗിയായിട്ട് ആ മടക്ക് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗമാണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു ലേസ് കൂടെ വെക്കണം, കാരണം ഇത് മാത്രം ചെയ്യുമ്പോൾ അത്ര ഒരു ഭംഗിയിട്ടില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ലേസ് ഇതാണ്. ഈ ഒരു ലേസ് നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ ചില ലേസുകൾ ഇങ്ങനെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്ന ലേസ് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഈ ഒരു സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരണം. ഞാൻ പറയാം, ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഇത് മറിച്ച് വെച്ചിട്ട് നമുക്ക് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വൃത്തിയായിട്ട് അത് അതിൻ്റെ എത്രത്തോളമാണോ വേണ്ടത് ആ ഒരു അളവിൽ നമ്മൾ ആ ഒരു അരികിൽ കൂടെ, കാരണം ആ ലേസ് കറക്റ്റ് മറിഞ്ഞ് വരുമ്പോൾ ആ ഡിസൈൻ മാത്രം പുറത്ത് വരണം. അപ്പോൾ ആ രീതിയിൽ അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെപ്പോഴും ഒരു പ്ലെയിൻ ആയിട്ടൊരു ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് കൂടെ ആണെങ്കിൽ ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊരു ടോപ്പ് കുർത്തി ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതാവുമ്പോഴേക്കും എളുപ്പമാണ്. ഹാൻഡ് വർക്കൊക്കെ ചെയ്യേണ്ട, മെഷീനിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്നൊരു കുർത്തി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ തുടർന്ന് എൻ്റെ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് കുർത്തീസൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ടോപ്പുകളും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങുകയും ചെയ്യാം. അതുപോലെ സ്റ്റിച്ചിങ്ങിൽ താല്പര്യമുള്ളവർക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം.
ഇത് കുറച്ച് മെറ്റീരിയലൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ? ഇനി നമുക്കിതിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മറിച്ച് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡിസൈൻ മാത്രം അതിൻ്റെ അരികുള്ളിലേക്ക് കംപ്ലീറ്റ് പോകും. ആ ഒരു ഡിസൈനുള്ള പോർഷൻ മാത്രം നമുക്കിതുപോലെ പുറത്തേക്ക് കിട്ടും. ഓക്കെ, ഇത് നമുക്കിതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അരികിലൂടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളിത് വൃത്തിയായി ശ്രദ്ധിക്കുക. മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മടക്കി അങ്ങ് കൊടുക്കുക. ഈ ഒരു നമ്മുടെ ആ ഒരു മടക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാതെ അത് കറക്റ്റായിട്ട് നോക്കുക. അത് എന്നിട്ട് അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് അമർത്തി കൊടുത്തങ്ങ് പോന്നാൽ മതി. അയൺ ചെയ്യേണ്ടവർക്കാണെങ്കിൽ അയൺ ചെയ്യാം കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ അയൺ ചെയ്തില്ല, കാരണം ജസ്റ്റ് അതൊന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാവുന്നതേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ അയൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ആ മടങ്ങുമ്പോൾ വരുന്നൊരു ചെറിയൊരു അവിടെ ഒരു ഇത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടുകൂടിയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും അതങ്ങ് താന്ന് ഒരുപോലെ അങ്ങ് ആയി കിട്ടും. കണ്ടോ? ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് കിട്ടും. ഓക്കെ, കണ്ടോ? ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത് നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, കണ്ടോ? ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ നോർമലായി ചെയ്യുന്ന പോലെ തന്നെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മളത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.